ഇപ്പോൾ കുറേ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാസിലൊക്കെ സൺ ഫിലിം കൂളിംഗ് ഫിലിം ഒട്ടിക്കാം. അതിപ്പോൾ ലീഗലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ്. അത് കേട്ടുകൊണ്ട് നിങ്ങൾ കൂളിംഗ് ഫിലിം സൺ ഫിലിം ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഇതേപോലെ റിമൂവ് ചെയ്ത് മാറ്റേണ്ടി വരും കേട്ടോ. റൂളിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം സേഫ്റ്റി ഗ്ലേസിങ്, ഇതാണ് സേഫ്റ്റി ഗ്ലേസിങ്, ഇതാണ് അലൗ ചെയ്തിരിക്കുന്ന ഫിലിം കേട്ടോ. ഇതെന്താ സംഭവം, ഇതെവിടെയൊക്കെ നിങ്ങൾക്ക് ഒട്ടിക്കാൻ പറ്റും എന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് തന്നെ റൂളിനെ കുറിച്ച്, ഈ റൂളിൻ്റെ ഓർഡറും അതുപോലെ എൻ്റെ സമ്മറി ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ലിങ്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെക്കാൻ പറ്റുന്ന കോർട്ട് ഓർഡറൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കൈവശം വെക്കാൻ പറ്റുന്ന കേട്ടോ. സെപ്റ്റംബർ 10 പാസ്സാക്കിയ കോർട്ട് ജഡ്ജ്മെൻ്റ് ആണ്. അത് ഈ പറഞ്ഞിരിക്കുന്നതാണ് കൂളിംഗ് ഫിലിം സൺ ഫിലിം എന്നല്ല, ഇത്തരം സേഫ്റ്റി ഗ്ലേസിങ്സ് ഒട്ടിക്കാൻ പറ്റുന്ന കേട്ടോ. ഗാർവാരെ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ മാനുഫാക്ചർ വിത്ത് സപ്പോർട്ട് ഓഫ് കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ വെച്ചുകൊണ്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നുണ്ടായിരുന്നു ഹൈക്കോർട്ട് ഓഫ് കേരളയിൽ. സോ അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിനും വെൻഡേഴ്സിൻ്റെ ഈ സേഫ്റ്റി ഗ്ലേസിങ് വിൻഷീൽഡിലും അതേപോലെ തന്നെ ഈ സൈഡ് വിൻഡോസിലൊക്കെ ഒട്ടിക്കുന്ന, ദെൻ വൈ നോട്ട് എ തേർഡ് പാർട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒട്ടിച്ചുകൂടാ. അത് വെച്ചുള്ള കോർട്ട് ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്ത റൂൾ വെച്ച് നമുക്കിപ്പോൾ ഇതേ സേഫ്റ്റി ഗ്ലേസിങ്, സൺ ഫിലിം കൂളിംഗ് ഫിലിം അല്ല, ഈ തരം കുറച്ച് തിക്കായിട്ടുള്ള ഫിലിമുണ്ട്. ഇതിനെയാണ് സേഫ്റ്റി ഗ്ലേസിങ് എന്ന് പറയുന്നത്. നമ്മുടെ സൈഡ് വിൻഡോസ് എന്ന് പറഞ്ഞാൽ അത് ടെമ്പേർഡ് ഗ്ലാസ് ആണ്. അത് ഇയോൺ ഇമ്പാക്റ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സ്മോൾ പീസായിട്ട് തെറിച്ചു. അതെല്ലാം ഒറ്റ പീസിൽ കളക്ട് ചെയ്ത് വെക്കാനുള്ള ഒരു ഫിലിമാണ് സേഫ്റ്റി ഗ്ലേസിങ്. അതിനോടൊപ്പം തന്നെ ഈ ഫിലിമിന് UV പ്രൊട്ടക്ഷൻ ഉണ്ട്, ഹീറ്റ് റിജക്ഷൻ ഉണ്ട്, IR പ്രൊട്ടക്ഷൻ ഉണ്ട്, 99% UV ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഇൻഫ്രാറെഡ് പ്രൊട്ടക്ട് ചെയ്യുന്ന, മാത്രമല്ല ഹീറ്റ് റിജക്ഷനും കൂടിയ ബെറ്റർ നിങ്ങളുടെ AC പെർഫോമൻസ് കൂട്ടാനും പറ്റുന്ന. അങ്ങനെ പിന്നെ ഫ്രണ്ട് വിൻഷീൽഡ് ആൻറ്റി ഗ്ലെയർ പ്രോപ്പർട്ടീസ് ഒക്കെയുള്ള, ആ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് വരുമ്പോഴേക്കും കണ്ണിലധികം സ്ട്രെയിൻ വരാണ്ടിരിക്കാനും കുറച്ച് ക്ലിയർ ആയിട്ടൊക്കെ നൈറ്റ് ടൈം ഡ്രൈവിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റപ്പുള്ള ആൻറ്റി ഗ്ലെയർ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ആ തരം സേഫ്റ്റി ഗ്ലേസിങ്സ് ഇനി മുതൽ ആഫ്റ്റർ സെപ്റ്റംബർ 10 നമ്മുടെ വെഹിക്കിൾസിൽ, നമ്മുടെ കാസിൽ ഒട്ടിക്കാനുള്ള റൂളാണ് വന്നിരിക്കുന്നത്. അതിന് മാത്രമല്ല കേട്ടോ, വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സേഫ്റ്റി ഗ്ലേസിൻ്റെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ വിൻഡോസിൽ ഒരു QR കോഡും അതിൻ്റെ VLTയും കൊടുത്തിട്ടുണ്ട്. വേറെ റൂള് പറഞ്ഞേക്കുന്നതാണ്, ഈ സേഫ്റ്റി ഗ്ലേസിങ് ഒട്ടിക്കുമ്പോൾ അതിന് 2 സ്റ്റാൻഡേർഡ്സ് പാസ് ചെയ്യണം. ഒന്നെന്ന് പറഞ്ഞാൽ IS 2553 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ്, അത് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കേസിങ്ങിൽ ആ സ്റ്റാൻഡേർഡ്സ് ചെയ്തിട്ടുണ്ട്. IS 2553 അപ്രൂവ്ഡ് ആയിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം. പിന്നെയുള്ളതാണ് VLT ആണ്, വിഷ്വൽ ലൈറ്റ് ട്രാൻസ്മിഷൻ. ഇതിൻ്റെ ട്രാൻസ്പെറൻസി സൈഡ് വിൻഡോസിൽ മിനിമം 50 വേണം, ഫ്രണ്ടിലും ബാക്കിലും 70% വേണം. ഈ 2 റൂൾസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റി ഗ്ലേസിങ് ഒട്ടിക്കാൻ പറ്റും. ഈ അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിങ് ഗാർവാരെ എന്ന് പറഞ്ഞ ഒരു കമ്പനി മാത്രമേ ഇത്തരം സേഫ്റ്റി ഗ്ലേസിങ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മെയ്ഡ് ഇൻ ഇന്ത്യ, ഓൺലി മാനുഫാക്ചർ ടു ഡൂ സോ വിത്ത് IS സ്റ്റാൻഡേർഡ്സും അതുപോലെ VLT മീറ്റ് ചെയ്യണം. ഈ സേഫ്റ്റി ഗ്ലേസിങ് ആണ് നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നത്. അതുണ്ടാക്കുന്ന ഗാർവാരെ. നമ്മൾ ഇന്ന് വണ്ടി കൊണ്ടുപോകാൻ പോകുന്ന ഗാർവാരുടെ അപ്ലിക്കേഷൻ സ്റ്റുഡിയോയിലുണ്ട്. അവിടെ ചെന്ന് നമ്മൾ എല്ലാ സൺ ഫിലിം മാറ്റിയിട്ട് ഈ ഗാർവാരുടെ സേഫ്റ്റി ഗ്ലേസിങ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ലീഗലിയാണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ പോവാം. സോ ഗൈസ്, നമ്മൾ പണി തുടങ്ങിയിട്ട് നമ്മുടെ അബാദ് പൂണ്ടോ ഗാർവാരെ അപ്ലിക്കേഷൻ സ്റ്റുഡിയോയിലാണ് കൊണ്ടുവന്നിരിക്കുന്ന. നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ എല്ലാ ടെൻറ്റ് റിമൂവ് ചെയ്ത് മാറ്റും കേട്ടോ. ഇതേ നോക്ക്, പണ്ടത്തെ സൺ ഫിലിം നോക്ക്, ഒന്നും കാണാൻ പാടില്ല, അത്രക്കൊരു ഡാർക്ക് ടെൻറ്റാണ് കേട്ടോ കൊടുത്തേക്ക്. അതൊക്കെ റിമൂവ് ചെയ്ത് പ്രോപ്പറായിട്ട് IS സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന ഒരു ഫിലിം ഒട്ടിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അതേ റിമൂവ് ചെയ്ത് മാറ്റുവാണ്. ബാക്കി ഈ ഗ്ലാസ്സിൽ കാണുന്ന ആ ഗ്ലൂ റിമൂവ് ചെയ്തെടുത്തിട്ട് ക്ലീൻ ആക്കുവാണ്. ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഭയങ്കര എളുപ്പവും മാത്രമല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന മുമ്പേ ഇതാണ് എൻ്റെ പ്രിപ്പറേഷൻസ്. ഓൾറെഡി നിങ്ങൾക്ക് ടിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം ടിൻറ്റഡ് കൂളിംഗ് ഫിലിം, ഈ സൺ കൺട്രോൾ ഫിലിം നേരത്തെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് പുതിയ ഒട്ടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, സേഫ്റ്റി ഗ്ലേസിങ് ആർട്ടിക് കൂൾ ഷീൽഡ് SG. പിന്നെ മാത്രം ഇവിടെ കൊടുത്തേക്കുന്ന സാധനം കണ്ട IS 2553 ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സൈഡ് വിൻഡോസിൽ ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗാർവാരയുടെ ഒരു ആർട്ടിക് കൂൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഇതേ കണ്ടില്ലേ, ഇതിന് കൂടുതൽ UV പ്രൊട്ടക്ഷൻ കിട്ടും, IR പ്രൊട്ടക്ഷൻ കിട്ടും, അതേപോലെ ഹീറ്റ് റിജക്ഷനും കൂടുതലായിക്കോട്ടോ. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചിട്ട് ബാക്കി കാണിച്ചാൽ ഫ്രണ്ട് വിൻഷീൽഡ് ഒട്ടിക്കുന്ന വേറൊരു സംഭവം ഇതേ ആർട്ടിക് കൂൾ ഷീൽഡ് SG എന്നാണ്. ഇതിൽ കണ്ട, ഇതിൽ QR കോഡ് വരെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റപ്പ് എൻ്റെ IS സ്റ്റാൻഡേർഡ്സും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആ QR കോഡ് സേഫ്റ്റി ഗ്ലേസിൻ്റെ സെറ്റപ്പ് ഇതിൽ കാണാൻ പറ്റുള്ളൂ. ഇതാണ് അലൗ ചെയ്ത ഫിലിം. നമ്മുടെ വിൻഡോസ് ചെറിയ ഒട്ടിൻ്റെ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഓൾറെഡി ഈ മാനുഫാക്ചർ ഫിലിം ഇറക്കുന്നുണ്ട്. IS 2553 സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. VLTയുടെ സ്റ്റാൻഡേർഡ്സ്, അതായത്
ഫ്രണ്ടിലും ബാക്കിലും 70%, സൈഡ് വിൻഡോസ് 50% മിനിമം, അറ്റ്ലീസ്റ്റ് അത്രയും ട്രാൻസ്പെറൻസി ഉള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഫിലിം ഇറക്കുന്നത്. കാരണം ഓരോ മാനുഫാക്ചർ ചില വിൻഡോസിനൊക്കെ ഓൾറെഡി ടിൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, നമ്മുടെ അബാർത്തിൽ ഓൾറെഡി ഇത് മിനിമം 70% ടിൻറ്റ് ഓൾറെഡി ഉണ്ടെന്നൊക്കെയാണ് ഇതിൽ കൊടുത്തത്. മിനിമം ഓൾമോസ്റ്റ് അറ്റ്ലീസ്റ്റ് 70% ടിൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് ഈ മാനുഫാക്ചേഴ്സ് ഇറക്കുന്ന ഓൾറെഡി കുറച്ച് എന്താണ് ആ ട്രാൻസ്പെറൻസി, ടോട്ടൽ ട്രാൻസ്പെറൻസി VLT മീറ്റ് ചെയ്യുന്ന ഒരു ഫിലിമാണ് ഇറക്കുന്നത്. ഫ്രണ്ടിൽ മാത്രമായിരിക്കും ആൻറ്റി ഗ്ലെയർ പ്രോപ്പർട്ടീസ് കൊടുക്കുക. നമ്മൾ ലോ ലൈറ്റിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ അപ്പുറത്ത് ഹെഡ് ലൈറ്റൊക്കെ വരുവാണെങ്കിൽ ആ ഗ്ലെയർ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഫിലിം ആയിരിക്കും ഇതിൽ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ റിയർ വിൻഷീൽഡ് എന്തേ കണ്ടില്ലേ, കോട്ടിങ് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ഗ്ലേസിങ് ആണ് ചെറിയൊരു ബ്ലൂ ടിൻറ്റ് പോലെ കാണാം അല്ലേ. നോക്ക്, ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഡീഫോക്കസിൻ്റെ ലൈനാണ്. അത് ഓവറായിട്ട് ഡാമേജ് ചെയ്യാണ്ട് ശ്രദ്ധിച്ചിട്ടാണ് ഒട്ടിക്കുക. ഇതേ കണ്ടില്ലേ, എല്ലാ ഗ്ലാസസിലും ഇതിൻ്റെ QR കോഡും ആ ഗാർവാറയുടെ ഹൈടെക് ഫിലിം, സേഫ്റ്റി ഗ്ലേസിങ്, VLT 79 കണ്ടില്ലേ, അതൊക്കെ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ വിൻഡോസും ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫ്രണ്ട് വിൻഷീൽഡും കൂടിയാണ് ചെയ്യാനുള്ളത് കേട്ടോ. അതിന് നമ്മളുടെ കോട്ടിങ്, അതിന് നമ്മൾ സേഫ്റ്റി ഗ്ലേസിങ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ ഓൾറെഡി ഫ്രണ്ടിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഒരു ആൻറ്റി ഗ്ലെയറും കൂടിയാണ് കേട്ടോ. ഹീറ്റ് റിജക്ഷൻ എല്ലാം കൂടിയുള്ള ബെറ്റർ ഫോർ ലോ ലൈറ്റ് ഡ്രൈവിങ്ങും എല്ലാം കൂടി സെറ്റപ്പ് ആക്കാനുള്ള ഒരു സേഫ്റ്റി ഗ്ലേസിങ് ആയിരിക്കും നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. സോ നമ്മളുടെ ഫ്രണ്ട് വിൻഷീൽഡും ആ ഫിലിം ഒട്ടിച്ചോട്ടോ സേഫ്റ്റി ഗ്ലേസിങ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വേർഷനാണ് കേട്ടോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റാണ്. ഇത് കണ്ട 79% VLT. റൂളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 70% ട്രാൻസ്പെറൻസി ഫ്രണ്ട് ആൻഡ് റിയർ വേണം. സൈഡ് വിൻഡോസിൽ 50 വേണമെന്നുണ്ട്. ഓൾറെഡി നമ്മുടെ വെഹിക്കിളിൽ കുറച്ചൊരു ടിൻറ്റ് ഓൺ ദ സൈഡ് ഗ്ലാസസ് ഉണ്ട്. കണ്ട സൈഡിൽ അതുകൊണ്ട് നമ്മൾ ഒട്ടിച്ചേക്കാൻ 69% ടിൻറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ടിൻറ്റ് വെച്ച് രണ്ട് കമ്പൈൻ ചെയ്ത ടോട്ടൽ VLT വോണ്ട് എക്സീഡ് 50. അപ്പോൾ 50% കഴിയാത്തതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ വെഹിക്കിൾസിന് ഓൾറെഡി കുറച്ച് ടിൻറ്റഡായി വരുന്നെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് വേണം അതിനുള്ള ടിൻറ്റ് അപ്ലൈ ചെയ്യാൻ കേട്ടോ. അതിനുള്ള സേഫ്റ്റി ഗ്ലേസിങ് അപ്ലൈ ചെയ്യാൻ. നമ്മുടെ റൂളിൽ പറയുന്ന റൂൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ 70%, സൈഡ് വിൻഡോസിൽ ഫ്രണ്ട് ആൻഡ് റിയറിൽ 70%, സൈഡ് വിൻഡോസിൽ 50 വേണമെന്നുണ്ട്. അപ്പോൾ ടോട്ടൽ കമ്പൈനിങ് ദ സേഫ്റ്റി ഗ്ലേസിങ് ആ വാല്യൂ വേണം കേട്ടോ. അപ്പോൾ അത് രണ്ട് ചെക്ക് ചെയ്തിട്ടുള്ള സേഫ്റ്റി ഗ്ലേസിങ് വേണം നിങ്ങൾ ഒട്ടിക്കാൻ. സേഫ്റ്റി ഗ്ലേസിൻ്റെ ഇവിടെയും വാല്യൂ ഉണ്ട് കേട്ടോ. എന്നിട്ട് ആ ഫിലിം എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി സേഫ്റ്റി ഗ്ലേസിങ് എല്ലായിടത്തും ഈവൻലി അപ്ലൈ ചെയ്തിട്ട് എയർ ഗ്യാപ്സ് ഒക്കെ റിമൂവ് ചെയ്ത് മാറ്റും കേട്ടോ. സോ ഇങ്ങനൊരു വണ്ടി കംപ്ലീറ്റ് വിത്ത് IS 2553 റേറ്റിംഗ്സ്, VLT 70 and 50 റെസ്പെക്റ്റീവ്ലി ഫ്രണ്ട് ആൻഡ് സൈഡ് വിൻഡോസ് ചെയ്യാൻ വേണ്ടി മിനിമം നിങ്ങൾക്ക് ഒരു 14,000 rupees ആവട്ടോ. ഈ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന ഒരു സേഫ്റ്റി ഗ്ലേസിങ് ഒട്ടിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആർട്ടിക് കൂളർ, കുറച്ചും കൂടി ബെറ്റർ ഹീറ്റ് റിജക്ഷൻ. നമുക്ക് വേണ്ട ടിൻറ്റിനെക്കാട്ടി കൂടുതൽ എനിക്ക് വേണ്ടത് ഹീറ്റ് റിജക്ഷനാണ്. നമ്മൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ പൊരിഞ്ഞ വെയിൽ തൊടിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് കൂളിംഗ് കിട്ടാനും UV കട്ട് ചെയ്യാൻ, ഹാംഫുൾ ആയിട്ടുള്ള UV റേസ് കട്ട് ചെയ്യാനും ഇൻഫ്രാറെഡ് റേസ് കട്ട് ചെയ്യാനാണ് എനിക്ക് വേണ്ടത്. പിന്നെ ഹീറ്റ് റിജക്ഷനും. അതുകൊണ്ട് ഇൻസൈഡ് ഇപ്പോൾ ഇങ്ങനത്തെ യൂറോപ്യൻ കാസിനൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്ര നല്ല കൂളിംഗ് അല്ലെ സ്റ്റോക്ക് AC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജിംനിയൊക്കെ ഓടിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇസൂസു V-Cross ഹൈലക്സ് ഒക്കെ ഓടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഓടിക്കുമ്പോൾ AC വർക്കിംഗ് അല്ലാത്ത പോലത്തെ ഫീലിംഗ് ഈ ചൂടുള്ള സ്ഥലത്ത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഓടിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ യൂറോപ്യൻ ഗ്യാസ് അബാത്ത് കൊണ്ടൊക്കെ ഓടിച്ചൊക്കെ AC അത്ര പവർഫുൾ അല്ലേ. എപ്പോഴും നമ്മൾ ലോയിലിട്ടാലേ പ്രോപ്പർ കൂളിംഗ് കിട്ടുള്ളൂ. സോ ഇപ്പോൾ വണ്ടിയൊക്കെ ചെറിയൊരു ടിൻറ്റ് മാത്രമേ, ഒരു ബ്ലൂ ടിൻറ്റ് മാത്രമേ കാണുമ്പോൾ ബട്ട് ലുക്സ് ഗുഡ്. നമുക്കൊന്ന് ഡ്രൈവ് പോയിട്ട് വരാം. ഇത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. ഈ 50% എന്ന് പറഞ്ഞാൽ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണല്ലോ 50%. ഇവിടെ കറക്റ്റ് കാണാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആ QR കോഡ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സാധനം ഉണ്ടെങ്കിലേ പോലീസ് പിടിക്കാണ്ടിരിക്കുള്ളൂ കേട്ടോ. പോലീസ് അല്ലെങ്കിൽ ചെക്കിങ്ങിനൊക്കെ പിടിക്കുവാണെങ്കിൽ ഈ സാധനം കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇത് QR കോഡ് സ്കാൻ ചെയ്യുക, ഡയറക്റ്റ് ഗാർവാറയുടെ സൈറ്റിൽ പോയി ഇത് 50% VLT മീറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്ത QR ആണെന്ന് പറഞ്ഞ സെറ്റപ്പിലാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ഹൈടെക് ഫിലിംസ് സെറ്റപ്പേ. സോ അതേ കണ്ടില്ലേ, നമ്മൾ സേഫ്റ്റി ഗ്ലേസിങ് ഒട്ടിച്ചുണ്ട്. സേഫ്റ്റി ഗ്ലേസിങ് ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ വിൻഡോസ് ഒക്കെ കണ്ടില്ലേ ഒരു പ്രിൻറ്റിങ് കാണാൻ പറ്റും. സേഫ്റ്റി ഗ്ലേസിങ് ACSG, സേഫ്റ്റി ഗ്ലേസിങ് VLT 69%. ഇപ്പം നിങ്ങളുടെ വാഹനത്തിൽ ഓൾറെഡി കുറച്ച് ടിൻറ്റിങ് ഉണ്ടായില്ലേ. മിക്ക വെഹിക്കിൾസും മേടിക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട് ഓഫ് ടിൻറ്റിങ്, അഭാരത്തിന് ഒരു 70% ടിൻറ്റ്, ഒരു ചെറിയൊരു ടിൻറ്റ് ഇൻബിൽ ഫാക്ടറി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സൈഡ് വിൻഡോസിൽ 69% ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ട് ഗ്ലാസ്, ഫ്രണ്ടിൽ ഞാനൊരു ആൻറ്റി ഗ്ലെയർ വിൻഷീൽഡാണ്, ആൻറ്റി ഗ്ലെയർ ഷീൽഡാണ് കൊടുത്തത്. അതും സേഫ്റ്റി ഗ്ലേസിങ് തന്നെ ഗ്ലെയർ കുറയ്ക്കാൻ വേണ്ടി അതിലും പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്
കൊടുത്തിട്ടുണ്ട് കേട്ടോ, എത്ര പെർസെൻറ്റേജാണ് കൊടുത്തിരിക്കുന്നത് എല്ലാത്തിൻ്റെ VLT സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ആ വിൻഡോസിൽ തന്നെ ഈ സേഫ്റ്റി ഗ്ലേസിന് ഒരു QR കോഡ് വരെയും കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്യാൻ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ പോകാൻ എത്ര VLT ആണ് ഈ ഷീൽഡ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇത് IS 2553 സ്റ്റാൻഡേർഡ്സും എല്ലാ ലോസും റെഗുലേഷനും മീറ്റ് ചെയ്യുന്നതും കൂടി കാണിക്കുന്ന ഒരു QR കോഡും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ ഇത് സ്കാൻ ചെയ്ത് കാണിച്ചാൽ എല്ലാ വിൻഡോസിലും ഈ QR കോഡ് വരും ഈ സേഫ്റ്റി ഗ്ലേസിങ് ഒട്ടിക്കുമ്പോൾ. ഇതാണ് ഇപ്പോൾ കറണ്ട് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ് ലീഗലി അപ്രൂവ്ഡ് ആയിട്ടുള്ള. ഇത് വെച്ചിട്ടും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് കേട്ടോ. ആരെങ്കിലും ചെക്കിങ്ങിൽ പിടിച്ചാൽ ഇതാണ് ഇപ്പോൾ ഇൻ കേരള ഓൺലിയാണ് ഈ റൂൾ പാസ്സായിരിക്കുന്നത്. കേരള ഹൈക്കോർട്ടിലാണ് പാസ്സാക്കിയത്. അപ്പോൾ ഇൻ കേരള എവിടെ പോയാലും നിങ്ങൾക്ക് സേഫായിട്ട് ഈ ഫിലിം ഒട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ആരും പ്രശ്നം ഉണ്ടാകില്ല. അതിൻ്റെ ഉള്ള കോർട്ട് ഓർഡറും റൂളിങ് എല്ലാം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൽ കൊടുത്തിട്ട് കയറി ചെക്കൗട്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് കയ്യിലും വെക്കുക. സോ നിങ്ങൾക്ക് ഇങ്ങനെ ലീഗലി നിങ്ങളുടെ കാസിന് സേഫ്റ്റി ഗ്ലേസിങ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദ റൈറ്റ് വേ എവിടെ ചെയ്യാൻ പറ്റും അതിൻ്റെ ലൊക്കേഷൻ ഡീലർഷിപ്പൊക്കെ ഞാൻ താഴെ കൊടുത്ത് കലൂർ. നിങ്ങൾ എറണാകുളത്താണെങ്കിൽ കലൂരിൽ തന്നെ ഗാർവാഡ് ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ സ്റ്റുഡിയോ പ്രസൻ്റ് ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ ചെല്ലുവാണെങ്കിൽ അവിടെ ചെന്ന് എല്ലാം ചെയ്തു തരുന്നതായിരിക്കും. ഇത് അധികം വലിയ ടിൻറ്റുമല്ല, ചെറിയൊരു ബ്ലൂയിഷ് ടിൻറ്റ് മാത്രമാണ്. നൈറ്റ് ടൈം ഡ്രൈവിങ്ങിന് യാതൊരു എഫക്റ്റും ചെയ്യില്ല. ഫ്രണ്ട് വിൻഷീൽഡ് ആൻറ്റി ഗ്ലെയർ പ്രോപ്പർട്ടിയാണ്, കാണാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ യാതൊരു സീനില്ല, ഇഷ്യൂസ് ഒന്നും നൈറ്റ് ടൈം ഡ്രൈവിംഗ് ഇല്ല. ഇതുവരെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഹീറ്റ് റിജക്ഷൻ അടിപൊളി. പുറത്ത് വണ്ടി പാർക്ക് ചെയ്ത് തിരിച്ചു വന്ന് വണ്ടി എടുത്താൽ വലിയ രീതിയിൽ ഹീറ്റിംഗ് ഒന്നുമില്ല. മാത്രമല്ല AC പെർഫോമൻസ് ചെറിയ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത പോലെ ഫീലും ചെയ്യുന്നുണ്ട് കേട്ടോ. കൊള്ളാം, സംഭവം കൊള്ളാം. എനിക്ക് വേണ്ട കാര്യം അതായത് AC പെർഫോമൻസ് കൂട്ടാനും അതേപോലെ UV ലൈറ്റ്സ് കട്ട് ചെയ്യാനും വേണ്ടി അത് രണ്ടും ഇത് എക്സലൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ബ്ലൂയിഷ് ടിൻറ്റ് ഇറ്റ് ലുക്സ് ഗുഡ്. ഒരു വണ്ടിയെ കുറച്ചും കൂടി എന്താ പറയുക, ഇറ്റ് ലുക്സ് ഗുഡ്. അത് അത്ര വലിയ ടിൻറ്റില്ല കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഇത് ശരിക്കും ബ്ലാക്ക് ഫിലിം ഒട്ടിക്കുന്ന ടിൻറ്റിങ് പേർപ്പസ് ലുക്സിന് വേണ്ടി ചെയ്യുവാണെങ്കിൽ അതിനുള്ള സാധനമല്ല. പേർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ ലീഗലി ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ സേഫ്റ്റി ഗ്ലേസിങ്. ഇത് ചെയ്യാൻ പറ്റും. ഇതാണ് കാര്യം. ഇതാണ് ഞാൻ എല്ലാ സാധനവും റാപ്പ് അറൗണ്ട് ചെയ്ത് മാനുഫാക്ചേഴ്സിനോട് ചോദിച്ച് അതേപോലെ എല്ലായിടത്തു നിന്നും കളക്ട് ചെയ്തെടുത്ത ഒരു കമ്പൈലേഷൻ വീഡിയോ ആണ് ഈ കാണുന്നത്. സോ ഇതാണ് സേഫ്റ്റി ഗ്ലേസിങ്. ഇത് ഒട്ടിച്ചിട്ടുണ്ട്, നമ്മൾ വണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാധനം? സോ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.